എന്ന് വെച്ചാൽ കേരള പോലീസിനുള്ളിൽ ഈ പിണറായി വിജയന്റെ കാലഘട്ടം വന്നതിന് ശേഷം കൊടി സുനി ട്രെയിൻ ചെയ്ത കുറെ ക്രിമിനൽ ഗ്യാങ് ഉണ്ട്. ആ ക്രിമിനൽ ഗ്യാങ് ആണ് UDF പ്രവർത്തകരെയും പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ ശ്രീ ഷാഫി പറമ്പലിനെ തന്നെ ഡയറക്റ്റായി ഹിറ്റ് ചെയ്ത് പരിക്കേൽപ്പിക്കാൻ കാരണമായത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ CPMന്റെ വാദം ഏറ്റെടുത്താണ് SP അവിടെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നല്ലേ എന്ന് പറയുന്ന പോലെ SP തന്നെ പറയേണ്ടി വന്നു, എൻ്റെ കൂട്ടത്തിലുള്ള ചിലർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് AI ക്യാമറ വെച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെയാണ്. ഇപ്പോൾ AI ക്യാമറ വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതായത് അവിടെ പ്രശ്നമുണ്ടാക്കിയത് ഒന്ന് DYSP, 2 DYSPമാരാണ്. ഒന്ന് ഹരിപ്രസാദിൻ്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പിതാവ് CPMന്റെ ഏത് ഭാരവാഹിയായിരുന്നു അന്വേഷിച്ചാൽ അറിയാം. 2 സുനിൽകുമാറിൻ്റെ രാഷ്ട്രീയ അഫിലിയേഷൻ എവിടെയാണെന്ന് നോക്കിയാൽ അറിയാം. കാരണം CPMന്റെ പോലീസ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സുനിൽകുമാർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. 3 വിഷ്ണു എന്ന പോലീസുകാരൻ, അയാൾ ആരാണ്? അയാൾ DYSPയുടെ PSO ആണ്. ആരാണ് വിഷ്ണുവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ TP രാമകൃഷ്ണൻ്റെ തൊട്ട് അയൽവക്കമാണ്. TP രാമകൃഷ്ണൻ്റെ കൂടെ ഫോട്ടോ ഇട്ട് ആസ്വദിക്കുന്നതാണ് വിഷ്ണുവിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്ന് വെച്ചാൽ കേരള പോലീസിനുള്ളിൽ ഈ പിണറായി വിജയന്റെ കാലഘട്ടം വന്നതിന് ശേഷം കൊടി സുനി ട്രെയിൻ ചെയ്ത കുറെ ക്രിമിനൽ ഗ്യാങ് ഉണ്ട്. ആ ക്രിമിനൽ ഗ്യാങ് ആണ് UDF പ്രവർത്തകരെയും പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ ശ്രീ ഷാഫി പറമ്പലിനെ തന്നെ ഡയറക്റ്റായി ഹിറ്റ് ചെയ്ത് പരിക്കേൽപ്പിക്കാൻ കാരണമായത്. അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം, അത് ആഭ്യന്തരമന്ത്രിക്ക് നേരെ മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും പുറത്തിറങ്ങി ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ കടക്കും. അത് DYSP ഇന്നലെ ഭാഗികമായി സമ്മതിച്ചു കഴിഞ്ഞു, ഇത് പോലീസിന്റെ കുഴപ്പം തന്നെയാണെന്ന്. അതുകൊണ്ട് ആ പ്രതിഷേധവും ഉണ്ടാകും, അതിനൊത്ത നടപടിയും ഉണ്ടാകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.